മക്കളെ, ഞാനൊരു കല്യാണത്തിന് ഇന്നലെ പങ്കെടുത്തു. എൻ്റെ ബന്ധുവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പം ഞാനും എൻ്റെ ബന്ധുക്കളാണിത്, കണ്ടില്ലേ? അപ്പോൾ പാറുമുണ്ട്. അപ്പം ഞങ്ങൾ നിൽക്കുന്ന ഭയങ്കര തിരക്ക്. 12 മണിക്ക് കല്യാണമായിരുന്നു. 1:30 ഞങ്ങൾ 3ാമത്തെ പന്തിക്ക് കയറാനുള്ള തിരക്കിൽ നിൽക്കുകയാണ്. ഈ തിക്കിലും തിരക്കിലും പറ്റും നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചെറിയ അവരൊക്കെ ഒരു വഴിക്കായി, ഞാൻ ഒറ്റ വഴിക്കായി. ഞാൻ ഒറ്റയ്ക്ക് വേറെടുത്തായി. അപ്പം ഞാനൊരിടത്ത് ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു സ്ഥലം സ്പേസ് ഉണ്ടായിരുന്നു, ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അമ്മാവൻ വന്നിരുന്നു. അമ്മാവനൊന്നും പറയാനറിയില്ല. എന്നേക്കാൾ പ്രായമുള്ള 10-20 വയസ്സിന് മുമ്പൊക്കെ കാണുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ അടുക്ക വന്നിരുന്നു. അപ്പോൾ ഈ ഇല ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ശർക്കര പുരട്ടിയും ഏത്തയ്ക്ക ഉപ്പേരിയൊക്കെ കിടത്തി. അത് ഞാനും കഴിച്ചപ്പം ഈ അമ്മാവൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഈ പുള്ളി എന്നാലും എന്നോട് ചോദിക്കുവാണേ, കുനിഞ്ഞിരുന്നോണ്ട്, ഞാൻ എടുത്തു തരണോ അതോ തനിയെ എടുക്കുമോ? ഞാനോർക്ക് എന്തുകൂടെ ഈ കളവും അടുത്ത് കഴിയുന്നോണ്ട് പറയുന്നത്. എന്നാലും ഞാനിങ്ങനെ നോക്കി പറയാം, അല്ല ഞാൻ ഈ ഉപ്പേരിയുടെ കാര്യം പറഞ്ഞു. വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അറിയാൻ വയ്യാത്ത ഒരു പരിചയമില്ലാത്ത ഒരു പറയാം വേണമെന്ന്. ഞാൻ എടുക്കുമോ ഞാൻ എടുത്തു തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ ഭർത്താവും മക്കളും നമ്മുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും ഇതുപോലെ ഇരിക്കും. അപ്പം ഈ ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്. നമ്മളിവിടെ ഒരു ഫംഗ്ഷനില്ല, അപ്പം അവരുടെ കൂട്ടുകാരെ കാണുമല്ലോ. അപ്പോൾ അവരുടെ കൂടെ അങ്ങ് എൻജോയ് ചെയ്യാൻ അവരങ്ങ് പോകും. അപ്പം നമ്മൾ വിളിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയാം, വണ്ടിക്കകത്തായിരുന്നു പോകണം, അല്ലെങ്കിൽ പിന്നെ ബഹളം കാരണം കേട്ടില്ലെന്ന്. അങ്ങനൊരു അവസ്ഥയാണ് ഇതിപ്പോൾ. എനിക്കെന്തിനും ഭയങ്കര വിഷമവും തോന്നി, ഒരു രസവും തോന്നി. ഈ അമ്മാവൻ്റെ പക്ഷേ ദുരിതാശം ഒന്നും ആയിരിക്കത്തില്ല, എങ്കിലും നമ്മുടെ ഈ അമ്മാവൻ്റെ അടുത്തിരിപ്പുണ്ട്. എങ്കിലും ഞാൻ ആർക്കും ഈ പരിചയമില്ലാത്ത ഒരുത്തം കയറി എന്നോട് ഈ വേണമെന്ന് ചോദിച്ചാൽ എന്തിനും എനിക്ക് ദേഷ്യം വന്നു, സത്യം പറഞ്ഞു. ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ മക്കളെ. ശരി മക്കളെ.